വെൽക്കം ടു യുവർ ഓൺ കേരള PSC എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നികുതിയെ കുറിച്ചാണ്. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതി എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള നികുതികളാണുള്ളത്: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് പരോക്ഷ നികുതി. ഒരു വ്യക്തി നേരിട്ട് നൽകുന്നതാണെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി എന്ന് പറയും. ഒരാൾ ഇടനിലക്കാരൻ വഴി കൊടുക്കുന്ന നികുതിയാണെങ്കിൽ അത് പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. പിന്നീട് നമുക്ക് പറയാനുള്ളത് ജോൺ മത്തായി കമ്മീഷൻ. എന്താണ് ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ നികുതി പരിഷ്കാരത്തെ കുറിച്ച് പഠിക്കാൻ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് നികുതിഘടനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 1954 ജോൺ മത്തായി കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നീട് പറയാനുള്ളത് മറ്റൊരു കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. രാജ ചെല്ലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത് നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റി. പിന്നീട് രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്: ബെൽജിയവും ജർമ്മനിയും. ബെൽജിയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന രാജ്യമാണ് ബെൽജിയം എന്ന് പറയുന്നത്. അതിനുശേഷം ജർമ്മനി. രണ്ടും യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് നികുതി നൽകുന്നതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് ബെൽജിയവും രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയും. പിന്നീട് നമുക്ക് ജപ്പാനെ കുറിച്ച് പറയാനുണ്ട്. ജപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നീട് ലോകത്താദ്യമായി നികുതി നടപ്പിലാക്കിയ രാജ്യമാണ് ഈജിപ്ത്. ലോകത്തിൽ ആദ്യമായി നികുതി നടപ്പിലാക്കിയ രാജ്യം ഈജിപ്ത്. ഫ്രാൻസ് മൂല്യവർദ്ധിത നികുതി, വാല്യൂ ആഡഡ് ടാക്സ്, അത് ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യം കാർബൺ ടാക്സ് ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. ഡെൻമാർക്കാണ് ഫാറ്റ് നികുതി, കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഡെൻമാർക്കും. GST ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ്. GST ആയാലും വാല്യൂ ആഡഡ് ടാക്സ് ആയാലും ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമാണ്. പിന്നീട് പറയാനുള്ള കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച്. കേരളമാണ് ആദ്യമായി കൊഴുപ്പ് നികുതി, ഇന്ത്യയിൽ ആദ്യമായി കൊഴുപ്പ് നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. പിന്നീട് പറയാനുള്ളത് യൂണിയൻ ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് SGST, അതായത് സ്റ്റേറ്റ് GST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ഈ SGST ആണ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇത് മുമ്പായിരുന്നെങ്കിൽ അത് സെയിൽസ് ടാക്സ് ആണ്, വിൽപ്പന നികുതിയായിരുന്നു. പക്ഷേ GST വന്നതിന് ശേഷം അത് SGST, സ്റ്റേറ്റ് GST ആയിട്ട് മാറി. പിന്നീട് നമുക്ക് പറയാനുള്ളത് പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ് എന്നതിനെ കുറിച്ചാണ്. പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കെട്ടിട നികുതി, ബിൽഡിങ്ങിന്റെ ടാക്സ്, കെട്ടിട നികുതിയാണ് പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്.